شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. السلام عليكم ورحمة الله وبركاته. الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഇന്ത്യക്കാരനായ ഒരു മഹാമുഹദ്ദിസിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഒരുപക്ഷെ നമ്മൾ പലരും കേട്ടിട്ടുണ്ടാകും, എന്നാൽ ഭൂരിഭാഗം ആളുകളും അറിഞ്ഞിട്ടുമില്ല. പക്ഷെ നമ്മൾ അറിയേണ്ടതുണ്ട് ആ മഹാപണ്ഡിതനെ സംബന്ധിച്ച്. ആധുനിക കാലഘട്ടത്തിൽ ഹദീസ് വിജ്ഞാന ശാഖക്ക് ഒരു വലിയ വിപ്ലവം, ഹദീസ് വിജ്ഞാന ശാഖക്ക് ഒരു വലിയ സംഭാവനകൾ സമ്മാനിച്ച മഹാപണ്ഡിതനാണ്. ഇന്ത്യക്കാരനാണ് അദ്ദേഹമെങ്കിലും സൗദി പൗരത്വം കിട്ടി പിന്നീട് ഒരു സൗദി സ്കോളറായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ജനനം, വളർച്ച ഒക്കെ ഇന്ത്യയിലാണ്. 2020 അദ്ദേഹം മരണപ്പെട്ടത്, ഈ അടുത്ത കാലത്ത്. ലിയാ ഉർ റഹ്മാൻ അൽ ആലമി. ലിയാ ഉർ റഹ്മാൻ അൽ ആലമി എന്ന് പറയുമ്പോൾ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് പിന്നീട് ലോകമറിയുന്നൊരു മഹാമുഹദ്ദിസായി മാറിയ ഒരു ചരിത്രം, അദ്ദേഹത്തിൻ്റെ വളരെ ഹൃദയസ്പർശിയായ ചരിത്രം ഞാൻ നിങ്ങളും അറിയേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ പഠനത്തിൽ ഇസ്ലാമികമായ കുടുംബങ്ങളിൽ ജനിച്ച് പലപ്പോഴും ഇസ്ലാമികമായ വിജ്ഞാനങ്ങളിൽ വളരെ താഴെ നിൽക്കുന്ന നമ്മൾ ഇതുപോലത്തെ ആളുകളുടെ ചരിത്രം കേൾക്കുമ്പോഴാണ് നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കുവാനും കൂടുതൽ മെച്ചപ്പെടുത്തുവാനും നമുക്ക് ആവേശമാകുക. ലിയാ ഉർ റഹ്മാൻ അൽ ആലമി എന്ന് പറഞ്ഞാൽ 1943 ഉത്തർപ്രദേശിലെ ആസാംഗഡിലാണ് അദ്ദേഹം ജനിച്ചത്. ആസാംഗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിൽ അതിന് പറയാം ആലംഗർ, ഉറുദുവിൽ ഉപയോഗിക്കൽ ആലംഗർ എന്നാണ്. ആലംഗർ, ആസാംഗഡ് എന്നുള്ള പേരിലാണ് അവർ അറിയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പേര് വായിക്കുമ്പോൾ ലിയാ ഉർ റഹ്മാൻ അൽ ആലമി എന്ന് കാണുക. അൽ ആലമി എന്നതുകൊണ്ട് ഉദ്ദേശം ആസാംഗഡിലേക്ക് ചേർത്തത് കൊണ്ടാണ്, ആസാമി എന്നുള്ള അർത്ഥത്തിൽ. ഏതായാലും 1943 ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ, ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഭയങ്കര സ്ട്രിക്റ്റായ മതവിഷയങ്ങളിൽ, ഹൈന്ദവ വിഷയങ്ങളിൽ ഭയങ്കര കണിശത വെച്ച് പുലർത്തുന്ന ഒരു ഗോത്രം. അവിടെ ജനിച്ച ഒരാൾ പിന്നീട് ഇസ്ലാമിനെ സംബന്ധിച്ച് കേൾക്കുകയും അറിയുകയും ബംഗീറാം എന്ന് പറയുന്ന, ബംഗീലാൽ അല്ലെങ്കിൽ ഗുലാം ലാൽ എന്നൊക്കെ പറഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവും പിതാമഹാന്മാരും, ബംഗീറാം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പേരെന്നെ പിൽക്കാലത്ത് മാറി അദ്ദേഹം ലോകമറിയുന്ന ഒരു മുഹദ്ദിസായി ലിയാ ഉർ റഹ്മാൻ, പരമകാരുണികൻ്റെ പ്രകാശം എന്ന പേരിനെ സ്വീകരിക്കുകയാണ്. 16-ാമത്തെ വയസ്സിൽ, അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ 17-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിച്ചു വന്നാൽ, ഇസ്ലാമിനെ സംബന്ധിച്ച് കേട്ടപ്പോൾ, അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മുസ്ലിമായതുകൊണ്ട് തന്നെ പിന്നെ നാട് വിടേണ്ടി വന്നു. കുടുംബക്കാർക്കിടയിൽ അദ്ദേഹത്തിന് വീട്ടുഭാഗത്തു നിന്ന് വലിയ എതിർപ്പുകളുണ്ടായി, ബുദ്ധിമുട്ടുകളുണ്ടായി, പ്രയാസങ്ങളുണ്ടായി. അദ്ദേഹം നാട് വിട്ടു. ദക്ഷിണേന്ത്യയിലെ, സൗത്ത് ഇന്ത്യയിലെ ഒട്ടനേകം നാടുകളിലേക്ക്, സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം അറിവന്വേഷിച്ച് ഇറങ്ങി. തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ അദ്ദേഹം വിദ്യ അഭ്യസിച്ചിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ ഉമറാബാദ്, ഒരുപാട് ഉമരിമാർ നമ്മുടെ നാടുകളിലൊക്കെ അവിടുന്ന് പഠിച്ചിറങ്ങിയത് കാണാൻ കഴിയും. അവിടെ കുറേ കാലം അദ്ദേഹം പഠനം നടത്തി. അത് കഴിഞ്ഞിട്ട് ദാറുസ്സലാമിൽ, ദയ്യൂബന്ദിൽ അദ്ദേഹം പഠനം നടത്തി. അത് കഴിഞ്ഞ് അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. ലോകമറിയുന്ന ആ സൗദി അറേബ്യയിലെ അൽ ജാമിയത്തുൽ ഇസ്ലാമിയ, അവിടെ അദ്ദേഹം അവിടുത്തെ BA, അവിടുത്തെ ഡിഗ്രി കുല്യത്തുൽ ഹദീത്തിൽ അദ്ദേഹം അത് നിർവഹിച്ചു എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി വായിക്കുമ്പോൾ കാണാൻ കഴിയും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ എതിർപ്പുകളെയൊക്കെ വകവെച്ച് അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റി വരെ ഉന്നത പഠനത്തിനെത്തി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ ആർജവവും അദ്ദേഹത്തിൻ്റെ ആഗ്രഹവുമാണ്. മദീന യൂണിവേഴ്സിറ്റിയിൽ 4-4.5 വർഷക്കാലം അദ്ദേഹം കുല്യത്തുൽ ഹദീസിൽ പഠനം നടത്തിയതിന് ശേഷം ഉപരിപഠനത്തിന് വേണ്ടി, ദിറാസാത്തുൽ ഉല്യക്ക് വേണ്ടി മക്കയിലെ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പിന്നീട് ചേർന്നു. അവിടെയും 4-5 വർഷക്കാലം റിസാലകളും മജിസ്റ്ററുകളുമായി അദ്ദേഹം കടന്നുപോയി, മാസ്റ്റേഴ്സ് ഡിഗ്രികളുമൊക്കെയായി. പിന്നീട് അവിടുന്ന് തന്നെ PhD-യും കഴിഞ്ഞ്, ഡോക്ടറേറ്റും കഴിഞ്ഞ് അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റിയുടെ ഹദീസ് വിഭാഗം തലവനായി അദ്ദേഹം നിലകൊണ്ടു. കുറേ കാലം അവിടെ ജോലി ചെയ്തു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ. ആ കാലഘട്ടത്തിൽ മദീനത്തെ പള്ളിയിൽ അദ്ദേഹം ഹദീസുകൾ പഠിപ്പിക്കുന്ന ഒരു ഗുരുനാഥനായി, ഒരു ഷെയ്ഖായി അദ്ദേഹം
നിയമിതനാവുകയും ചെയ്തു. ഒരു അനറബിയായ ഒരാൾക്ക് കിട്ടിയ ഒരു വലിയ സൗഭാഗ്യമാണത്. ഒരുപാട് ഗുരുനാഥന്മാർ, ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെ, ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനിയെ പോലെ, അതുപോലെ തന്നെ അറിയപ്പെട്ട ഒട്ടനേകം ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ്, ഇന്നും ജീവിച്ചിരിക്കുന്ന മദീനയിലെ മഹാപണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ്. അബ്ദുൽ മുഹ്സിൻ അബ്ബാദിൻ്റെ ഒക്കെ ദർസുകളിൽ ഇദ്ദേഹവും അന്ന് നിറഞ്ഞു നിന്നിരുന്നു ഞാൻ. മാത്രവുമല്ല ഷെയ്ഖ് മുഹമ്മദ് അമീൻ അശങ്കീത്തി, ഇന്നും മദീനത്തെ പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന മുഫസ്സിറാൻ, ഇവരൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരായി പറയുമ്പോൾ. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിലൊരു ചെറിയ കണ്ണിയാണ് ഈ ഉള്ളവനും. ഇദ്ദേഹം ഈ ഹദീത്തുകളെ മുഴുവൻ ക്രോഡീകരിച്ചു വച്ച ചരിത്രം പറയുന്ന സദസ്സിൽ നേരിട്ട് കൊണ്ടത് കേൾക്കുമ്പോൾ വികാരഭരിതനായി അദ്ദേഹത്തിൻ്റെ ഒരു പുരുഷായുഷനം മുഴുവൻ വിശദീകരിക്കുമ്പോൾ അതിനൊരു ഭാഗവാക്കാൻ സാധിച്ചു എന്നുള്ളതൊരു വലിയ അഭിമാനമായി ഞാൻ കരുതാറുണ്ട്. ജീവിച്ചിരിക്കുന്ന ഒരു മഹാമുഹദ്ദിസായിരുന്നു, ഒരു ഇന്ത്യൻ പണ്ഡിതനാണ്. അതുകൊണ്ട് തന്നെ സൗദി ഭരണകൂടം അദ്ദേഹത്തെ ആദരിച്ചു, ജിൻസിയത്ത് കൊടുത്ത് ആദരിച്ചു, സൗദി പൗരത്വം നൽകി, അവിടുത്തെ മദീനത്തെ പള്ളിയിൽ പഠിപ്പിക്കാനുള്ള അവസരം കൊടുത്തു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ആ ഒരു മഹാപ്രാവീണ്യവും അദ്ദേഹത്തിൻ്റെ മികവുമാണ് എന്നുള്ളതാണ് ഷെയ്ഖ് സിയാഉർ റഹ്മാൻ അലമിയുടെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയാം. ഇന്ന് നമ്മുടെ പരമ്പരയിൽ സിയാഉർ റഹ്മാൻ അലമിയുടെ പേര് സ്മരിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഒറ്റ ഗ്രന്ഥമാണ് അൽ ജാമിഉൽ കാമിൽ ഫിൽ സഹീഹി ഷാമിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതി. ഇദ്ദേഹം വേറെയും കുറേ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള താരതമ്യ പഠനം നടത്തിയിട്ട് ഹിന്ദു മതം എന്നുള്ള ഒരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെയും കുറേ ഹദീസ് മേഖലയിൽ തന്നെ ഹദീസ് നിദാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും പ്രസിദ്ധമായി അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുന്നതാണ് അൽ ജാമിഉൽ കാമിൽ. അതിൻ്റെ ഒരു പുതിയ പതിപ്പിന് അദ്ദേഹം ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ, അന്നത്തെ ഞങ്ങളെ ദർസിൽ അദ്ദേഹം ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ വലിയ അട്ടിക്ക് വെച്ച അദ്ദേഹത്തിൻ്റെ ഓരോരോ വാള്യങ്ങൾ, ഹദീസ് ഗ്രന്ഥത്തിൻ്റെ വാള്യങ്ങൾ ഒരുപാട് കാലം വർഷങ്ങളെടുത്തിട്ടാണ് അദ്ദേഹം അത് പൂർത്തിയാക്കിയത്. അദ്ദേഹം പറയുന്നത് ആദ്യമൊക്കെ 12 വാള്യങ്ങളായിരുന്നു. പിന്നീട് അദ്ദേഹം അതിനെ പരിഷ്കരിച്ചു, അതിന് കൂടുതൽ അപ്ഡേറ്റ് ചെയ്ത് മരിക്കുന്നത് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം അതിൻ്റെ വർക്കിലായിരുന്നു. പിന്നെ അതിന് പൂർത്തീകരിച്ചിട്ട് അദ്ദേഹം മരണപ്പെട്ടത് 2019 തുടക്കങ്ങളിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ആ സമയത്തൊക്കെ അദ്ദേഹം വളരെ അഭിമാനത്തോട് പറയും, എത്ര കാലമാണ് ഇതിൻ്റെ മുന്നിലിരുന്നത്. അദ്ദേഹം പറയാറുണ്ട്, നമ്മുടെ ആയുസ്സിൽ ഇനി ഗ്രന്ഥങ്ങൾ എഴുതിയില്ലെങ്കിലും ഹദീസുകൾ വായിച്ചുകൊണ്ട് ഒരു ആയുസ് തീർക്കുന്നത് ഏറ്റവും നല്ല ധന്യമായ കാര്യമാണെന്നാണ്. പഠനങ്ങളിലൂടെ ആളുകൾ ചെയ്തു വച്ച വർക്കുകൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിലൂടെ നമുക്കൊരുപാട് ദൗത്യം നിർവഹിക്കാനാകുമെന്നാൽ ഗ്രന്ഥങ്ങൾ അത്രമാത്രം ഇന്ന് ലോകത്ത് വിശാലമായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. 19 വാള്യങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഹദീസ് ഗ്രന്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? നമ്മൾ പറഞ്ഞ ഹദീസിൻ്റെ പേരിനെ അൽ ജാമിഉൽ കാമിൽ. ജാമിഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ഇമാം സഹീഹുൽ ബുഖാരിക്ക് ജാമിഅ സഹീഹ് എന്ന പേരുണ്ട്. ജാമിഅ എന്ന് പറയുന്നത് ഒരു ഹദീസ് ക്രോഡീകരണ രീതിയാണ്. ചില ഹദീസ് ഗ്രന്ഥങ്ങൾക്ക് ജാമിഅ, ഇപ്പോൾ ഇമാം തുർമുദിയുടെ ജാമിഅ തുർമുദി എന്നും പേര് പറയാറുണ്ട്, സുനനു തുർമുദി എന്നും പേര് പറയാറുണ്ട്. അഥവാ ഹദീസുകളെ കിതാബുൽ ഈമാൻ മുതൽ ഇങ്ങനെ ഓരോ ബാബുകളാക്കിയിട്ട് ഇങ്ങനെ അധ്യായങ്ങളും ഉപാധ്യായങ്ങളും ആക്കിയിട്ട് ഇങ്ങനെ ക്രോഡീകരിച്ചു പോരുന്ന രീതി. അതിൽ ഫലായിലുകൾ ഉണ്ടാകും, തർഹീബുകൾ ഉണ്ടാവും, തെർഹീബുകൾ ഉണ്ടാവും. ഫലായിൽ എന്ന് പറഞ്ഞാൽ മഹത്വങ്ങൾ പറയുന്ന ഹദീസുകൾ, പള്ളിയിലേക്ക് പോകുന്നതിൻ്റെ മഹത്വം, ഫജ്ർ നമസ്കാരങ്ങളുടെ മഹത്വം, ജമാഅത്ത് നമസ്കാരങ്ങളുടെ മഹത്വം, ഹജ്ജിൻ്റെ മഹത്വം, മദീനയുടെ മഹത്വം, മക്കയുടെ മഹത്വം എന്നിങ്ങനെ തുടങ്ങി കാരണം മഹത്വങ്ങൾ പറയുന്ന ഫലായിലുകളെ, പ്രവർത്തനങ്ങളുടെ പ്രതിഫലങ്ങൾ വിശദീകരിക്കുന്ന ഹദീസുകൾ, ആ രൂപത്തിലുള്ള ഒരു ക്രോഡീകരണം, അഹ്കാമിയായ ക്രോഡീകരണമല്ല ജാമിഅകൾക്ക് ഉണ്ടാവുക. അഹ്കാമി എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഹുക്കുമുകൾ, മതവിധികൾ തേടുന്ന രൂപത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ക്രോഡീകരണം. അധികവും സുനനുകൾ ആ രീതിയിൽ, ആ കാറ്റഗറിയാണ് സുനനുകൾ, അല്ലേ? സുനൻ അബി ദാവൂദ്, സുനനു നസായി, സുനൻ ഇബ്നു മാജ ഒക്കെ നമ്മൾ പറഞ്ഞു പോകുന്നത് ആ രീതിയിലാണ്. എന്നാൽ ജാമിഅകൾ അഹ്കാമുകളുമുണ്ട്, എന്നാൽ അധികവും അതൊരു ഫലായിലുകളുമായി ബന്ധപ്പെട്ട ഹദീസുകളായിരിക്കും, തർഹീബുകളായിരിക്കും, തെർഹീബുകളായിരിക്കും. തെർഹീബ് എന്ന് പറഞ്ഞാൽ ചില ഹദീസുകൾ തോന്നുമ്പോൾ ആ പ്രവർത്തനം ചെയ്യാനുള്ള ആഗ്രഹം തോന്നും. എന്നാൽ ചില ഹദീസുകളിലെ ശിക്ഷകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഭയം തോന്നും. തർഹീബ് വ തർഹീബ്. ഇൻഷാ അല്ലാഹ് ഇമാം മുന്തിരിയുടെ ഒരു ഗ്രന്ഥമുണ്ട്, ഇമാം മുന്തിരി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഗ്രന്ഥമാണ് തർഹീബ് വ തർഹീബ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനെ വിശദീകരിക്കുമ്പോൾ ഈ ഒരു കാറ്റഗറി അവിടെ പറയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്,
ഈ ജാമിഅകളെ മുഴുവൻ സ്വഹീഹായി ശേഖരിക്കപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളിലെ സ്വഹീഹായ ഹദീസുകളെ മുഴുവൻ അൽ കാമിൽ പരിപൂർണമായിട്ട് ഇദ്ദേഹം ഒരുമിച്ച് കൂട്ടിയ ഗ്രന്ഥം. സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിമിലുള്ളതിൽ അപ്പുറത്തും സ്വഹീഹായ ഹദീസുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇബ്നു ഹിബ്ബാന്റെ സ്വഹീഹിനെ വിശദീകരിച്ചപ്പോൾ നമ്മൾ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ സുനൻ അബീ ദാവൂദിലെയും സുനനു തുർമുദിയിലെയും സുനൻ നസായിലെയും സുനൻ ഇബ്നു മാജയിലെയും അപ്പുറത്ത് മുസ്നദ് അഹമ്മദിലെയും മുസ്നദ് ഷാഫിയുടെയും ഒക്കെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള സ്വഹീഹായ ഹദീസുകളെ ഒരു സ്ഥലത്ത് ക്രോഡീകരിച്ചു വെക്കുക എന്നുള്ള ദൗത്യമാണ് ഇദ്ദേഹം നിർവഹിച്ചത്. അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ സ്വഹീഹായ ഹദീസിനും പല ഗ്രന്ഥങ്ങളാണ് ഇത്രയും കാലം നമ്മൾ നോക്കി പോന്നിരുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഈ ജാമിഉൽ കാമിൽ ഫിൽ ഹദീസ് ഇഷാമിൽ എന്ന് പറഞ്ഞ കൃതിയിൽ നോക്കിയാൽ അതിലുണ്ടാവും. അതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫുഖഹാക്കളുടെ ഫഖീഹുമാർ അഥവാ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഹദീസ് ക്രോഡീകരണം നടത്തുന്ന രീതിയാണ്. ഓരോ കിതാബുകളായിട്ട് കിതാബുൽ ഈമാൻ, അതുപോലെ തന്നെ കിതാബു സലാത്ത്, കിതാബു സിയാം, സക്കാത്ത് എന്നിങ്ങനെ തുടങ്ങുന്ന കിതാബുകളും അതിൽ ഉപാധ്യായങ്ങളും അബുവാബുകളും ഒക്കെ ചേർത്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ കൃതികളെ എന്ത് ചെയ്തിട്ടുള്ള ഒറ്റ ഗ്രന്ഥത്തിന് കീഴെ നബിയുടെ സ്വഹീഹായ ഹദീസുകൾ ക്രോഡീകരിച്ചത്. ഏകദേശം 17,000-ഓളം 16,000 സംതിങ് ഹദീസുകൾ ഈ കൃതിയിലുണ്ട്. 19 വാള്യങ്ങളിൽ നിന്നുണ്ട്. 16,000 എന്നാണ്. ആവർത്തനങ്ങൾ പലതും ഒഴിവാക്കിയിട്ടുമുണ്ട്. ആവർത്തനങ്ങൾ ഇപ്പോൾ സ്വഹീഹുൽ ബുഖാരിയിൽ 7,265 ഹദീസ് ഉണ്ട് നമ്മൾ പറഞ്ഞു, ആവർത്തന സഹിതം. ആവർത്തനങ്ങളില്ലാതെ 4,000. ഈ ആവർത്തനം വരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹദീസ് ചിലപ്പോൾ വേറെ ബാബിൽ ആ ബാബിന് തെളിവായിട്ട് ഉദ്ധരിക്കുമ്പോൾ ആവർത്തിക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ ഒരു ഹദീസിൻ്റെ ആവർത്തനം തന്നെ പരമ്പരയിൽ മാറ്റം വരും, പക്ഷെ മത്തിന് വീണ്ടും ആവർത്തിക്കും. ആവർത്തനങ്ങളിൽ പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് എന്നർത്ഥം. ആവർത്തനങ്ങൾ ഒരു ഗ്രന്ഥങ്ങളുടെ പ്രത്യേകതയാണ് എന്നർത്ഥം. എന്നാൽ ഈ ഗ്രന്ഥങ്ങളിൽ ആവർത്തനങ്ങൾ ഒഴിവാക്കി പരമസ്വഹീഹുകളെ ക്രോഡീകരിക്കുക നന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. സ്വഹീഹായ ഹദീസുകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയ ഒരു കൃതി. ആ ഒരു ഭാഗം നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകൾ മുഴുവൻ നമ്മുടെ കൈകളിൽ ഉണ്ടാകും. 19 വാള്യങ്ങളാണ്. അത്യാവശ്യം വില വരും ചെയ്യും. പക്ഷെ നല്ല പുതിയ പ്രിൻ്റഡായിട്ട് നല്ല ക്രോഡീകരണത്തിൽ ആ കൃതികളെ മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി ഈ ഹദീസ് ലോകത്തിന് വേണ്ടി സമർപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ആ ആയുസ്സിലെ ഏറ്റവും വലിയ കാര്യം. ആധുനിക പണ്ഡിതന്മാരൊക്കെ, സൗദി അറേബ്യയിലെ മഹാപണ്ഡിതന്മാരെ ഇദ്ദേഹം ഈ കൃതികൾ മുഴുവൻ കാണിച്ചു കൊടുത്തു. അവരൊക്കെ അതിനെ പുകഴ്ത്തുകയും ഇത് ആധുനിക കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് വിധി എഴുതുകയും ചെയ്തു എന്നാണ്. അദ്ദേഹത്തിൻ്റെ വലിയ ഗവേഷണം നടത്തിയിട്ട് ഒരു ഹദീസ് തന്നെ അതിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ ആ ഹദീസിൻ്റെ സ്വഹീഹാണോ അത് ലഈഫാണോ എന്നുള്ള നിലക്കുള്ള പരിശോധനകൾ നടത്തി സ്വഹീഹാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ ചേർത്തിയത്. അതിൽ തന്നെ ആവർത്തനം കുറവെന്ന് പറയുമ്പോഴും പക്ഷേ പരമ്പരകളുടെ ആവർത്തനങ്ങൾ ഉണ്ടാവില്ല. മത്തിനുകൾ ചിലപ്പോൾ ആവർത്തിക്കും. പരമ്പരകൾ ഒരു ഹദീസ് തന്നെ ചിലപ്പോൾ വേറെ പരമ്പരയിലൂടെ കടന്നു വരും. അതുകൊണ്ടാണ് 16,000-ഓളം വരുന്നത്. യഥാർത്ഥത്തിൽ നബിയുടെ ഹദീസുകൾ, സ്വഹീഹായ ഹദീസുകളൊന്നും 16,000-ഓളം ഒന്നും വരൂല. മുഹദ്ദിസുകൾ അതിനെപ്പറ്റി പറയുന്നത് നബിയുടെ സ്വഹീഹായ ഹദീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികവും 5,000-ഉം 6,000-ൻ്റെയും ഒക്കെ ഇടയിലാണ് സ്വഹീഹായ ഹദീസുകൾ എന്നുള്ളത്. 4,000 ഒക്കെ വരുന്നതായിരിക്കും. 4,000-ൻ്റെയും ഒക്കെ ഇടയിലാണ് സ്വഹീഹായ ഹദീസുകൾ എന്ന് പറയുന്നത്. ബാക്കി വരുന്ന ഹദീസുകൾ 10,000-ങ്ങളും ലക്ഷങ്ങളുമൊക്കെ മനഃപ്പാടമാക്കി എന്ന് മുഹദ്ദിസുകൾ പറഞ്ഞതിൻ്റെ പൊരുളെന്താ? അതിലെ പരമ്പരയിൽ ചെറിയ മാറ്റം വരുമ്പോൾ അതിനൊരു ഹദീസായിട്ടെണ്ണം, മത്തിനിൽ തന്നെ ചെറിയൊരു മാറ്റം വരുമ്പോൾ വേറെ ഒരു ഹദീസായിട്ടാണ്. ഉദാഹരണത്തിന് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയുന്ന ഹദീസ്, ആ ഹദീസിന് വേറെയും ഒരുപാട് പരമ്പരകളുണ്ട്. അങ്ങനെ എണ്ണി നോക്കുമ്പോൾ ചിലപ്പോൾ അതൊരു 15 ഹദീസായിട്ട് എണ്ണപ്പെടും. അങ്ങനെ ഓരോ ഹദീസും എണ്ണുമ്പോൾ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന്. അതാണ് ഇമാം അബൂ സുർ ഒക്കെ പറഞ്ഞത് 6 ലക്ഷം ഹദീസുകൾ ഞാൻ മനഃപ്പാടമാക്കി. പക്ഷേ അഹ്മദ് ബിൻ ഹംബൽ 10 ലക്ഷം ഹദീസുകൾ മനഃപ്പാടമുള്ള ആളാണ്. ഇമാം ബുഖാരി പറഞ്ഞു 3 ലക്ഷം ഹദീസുകൾ ഞാൻ മനഃപ്പാടമാക്കി, 2 ലക്ഷം ദഈഫും 1 ലക്ഷം സ്വഹീഹും. അപ്പോൾ 1 ലക്ഷം സ്വഹീഹ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ പരമ്പരകൾ പോലും എണ്ണി അവരതിനെ രേഖപ്പെടുത്തിയത് കൊണ്ടുള്ള മാറ്റങ്ങളാണെന്ന് വളരെ ഹ്രസ്വമായി പറഞ്ഞു തന്നുവെന്ന് മാത്രം. ഞാൻ പറഞ്ഞു വരുന്നത് സിയാഉർ റഹ്മാൻ അൽ ആലമി അദ്ദേഹം ഞാൻ പറഞ്ഞു അത്രയും കാലയളവിൽ ഏകദേശം അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലയളവിൽ 2020 വരെ അദ്ദേഹം ജീവിച്ചു എന്ന് പറയുമ്പോൾ 1964 മുതൽ 2020 വരെയുള്ള 1943 മുതൽ 2020 വരെ അദ്ദേഹത്തിൻ്റെ 16-ാം വയസ്സിലെ മുസ്ലിമായത്. അവിടുന്ന് അങ്ങോട്ട് എണ്ണി നോക്കി നിങ്ങൾ, ഫുൾ പഠനവുമായുള്ള യാത്രകളാണ്. പല നാടുകളിലേക്കും അദ്ദേഹം പോയി. അദ്ദേഹം 2020 ഈ അടുത്ത കാലത്ത് അദ്ദേഹം മദീനയിൽ വെച്ച് തന്നെ മരിച്ചത്. കാരണം ആയുസ് മുഴുവൻ അധികവും മദീനയിലായിരുന്നു. മദീനയിൽ ഒരുപാട് ഉറുദുവിലും ഹിന്ദിയിലുമൊക്കെ അദ്ദേഹം ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു.
ഗ്രന്ഥങ്ങൾ എഴുതാറുണ്ടായിരുന്നു. ഉറുദുവിലും ഹിന്ദിയിലൊക്കെ ഇദ്ദേഹത്തിന് വേറെ കുറേ ഗ്രന്ഥങ്ങളുണ്ട്. നന്നായി ഉറുദുവും ഹിന്ദിയും സംസാരിക്കുന്ന ആളാണ്. ഒരു സൗദി അറേബ്യൻ പൗരത്വം ഉണ്ടെങ്കിലും ഒരു ഇന്ത്യക്കാരനായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. ഇന്ത്യക്കാർക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് ക്ലാസ്സുകളും പഠന ദർസുകളും അദ്ദേഹം നടത്തിയതായിട്ട് കാണാൻ കഴിയും. ഞങ്ങൾ മദീന യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളൊക്കെ ഇങ്ങനെ വർഷത്തിലൊരിക്കൽ ഒരുമിച്ച് കൂടാറുണ്ട്. ഇന്ത്യൻ സ്റ്റുഡൻസ്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലൊക്കെ സ്റ്റുഡൻസ് എല്ലാവരും കൂടി അങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ അവിടെ ഒരു അതിഥിയായി കൊണ്ടുവരുമ്പോഴാണ് അദ്ദേഹം ഈ ഒരു സംഭവങ്ങളെ മുഴുവൻ എടുത്തു പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പല സംഭവങ്ങളെയും ഞങ്ങളുടെ മുന്നിൽ ഇതിൽ നിവർത്തിയതും. ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക്, മതപഠന വിദ്യാർത്ഥി എന്ന നിലക്ക് നമുക്ക് ആവേശമേകുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ജന്നത്തുൽ ബഖീഇൽ അഥവാ ബഖീഉൽ ഗർഖദ്, ജന്നത്തുൽ ബഖീ എന്നുള്ള പേര് കാലങ്ങളായി പറഞ്ഞു പോരുന്നതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും മുഅ്മിനുകളുടെ ഖബർ ജന്നത്താൻ, മുനാഫിക്കിൻ്റെയും കാഫിറിൻ്റെയും ഖബർ നരകമാണ്, അല്ലേ? ഖബർ ഹുഫ്റും മിൻ ഹുഫ്റിന്ന, നരകത്തിൻ്റെ തീയ ഒരു കുഴിയാണെന്ന് റസൂലുള്ള പറഞ്ഞതുപോലെ ആ ജന്നത്തിൽ, ആ ബഖീഇൽ ഒരുപാട് പണ്ഡിതന്മാർ അന്തി ഉറങ്ങുന്നു. അക്കൂട്ടത്തിൽ ഈ മഹാനായ ഷെയ്ഖ് സിയാഉർ റഹ്മാൻ അളമിയും അവിടെ മദീനയിൽ വെച്ച് അന്തരിച്ചു. മദീനയിൽ വെച്ച് ആ ബഖീയിൽ തന്നെ അദ്ദേഹം മറമാടപ്പെടുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് വായിക്കാനും നമുക്കറിയാനും സാധിക്കുന്ന വിവരങ്ങളാണ്. ജൂലൈ 30 അദ്ദേഹം മരണപ്പെട്ടത്, 2020 ജൂലൈ 30. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ദുൽഹിജ്ജ മാസം, ദുൽഹിജ്ജ 10-ാം തീയതി അഥവാ ഹജ്ജിൻ്റെ അവസാനത്തെ ദിവസമാണ്, പെരുന്നാൾ ദിവസം അദ്ദേഹം മരിച്ചത്. ആ ജനാസ നമസ്കരിക്കപ്പെട്ടതുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും പല ആളുകളും അനുശോചനക്കുറിപ്പുകളും ഒക്കെ സെൻഡ് ചെയ്തത് ചിലപ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ടാകും. സിയാഉർ റഹ്മാൻ, ഞാൻ ആ ഡേറ്റ് മറക്കൂല, കാരണം ജൂലൈ 30 എന്ന് പറയുന്നത് വിവാഹ വാർഷികവുമായി ബന്ധപ്പെട്ട ഒരു ദിവസമായതുകൊണ്ട് എനിക്ക് എപ്പോഴും ഓർമ്മയിലുള്ള ഒരു കാര്യവുമാണ്. ഏതായാലും മഹാനായ സിയാഉർ റഹ്മാൻ അലമിയുടെ കൃതിയെ സംബന്ധിച്ചാണ് ഇതുവരെ പറഞ്ഞു വന്നത്. ആ ഗ്രന്ഥം എന്ന് പറഞ്ഞത് ഒരു വലിയ സംഭവമാണ്. അതിൻ്റെ പേര് അൽ ജാമിഉൽ കാമിൽ ഫിൽ ഹദീസ് അസ്സഹീഹ് ഷാമിൽ. മുഴുവൻ പേരതാണ്, അൽ ജാമിഉൽ കാമിൽ ഫിൽ ഹദീസ് അസ്സഹീഹ് ഷാമിൽ. ഇമാം ബുഖാരിയെ പോലെ തന്നെ വലിയ ഒരു ലക്ഷ്യമായിട്ട് അദ്ദേഹം നിറവേറ്റിപ്പോന്ന ഒരു ഗ്രന്ഥമാണ് അത്. സാധാരണക്കാർക്കും ഹദീസ് പഠന ഗവേഷണം നടത്തുന്ന ആളുകൾക്കൊക്കെ സ്വഹീഹായ ഹദീസിനെ തിരയാൻ ഇനി ഒരുപാട് ഗ്രന്ഥങ്ങൾ മറിക്കേണ്ടതില്ല. ഈ ഒരു ഗ്രന്ഥം മറിച്ചാൽ മതി എന്നുള്ള നിലക്കാണ് അദ്ദേഹം ഈ ഒരു ഗവേഷണത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയത് എന്നാണ് അതിൻ്റെ ഗ്രന്ഥ രചനയുടെ കാരണത്തെ സംബന്ധിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. വലിയൊരു എൻസൈക്ലോപീഡിയ എന്ന് തന്നെ, ഒരു വിജ്ഞാന കോശം എന്ന് തന്നെ ഹദീസിനെ വേർതിരിക്കുന്ന, സ്വഹീഹായ ഹദീസുകളെ വേർതിരിച്ച ആ ഗ്രന്ഥത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനാകും. ആ ഗ്രന്ഥങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് ആ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഹദീസിനെ നമുക്കൊന്ന് വായിക്കാം. ആ ഹദീസ് മഹാനായ സ്വഹാബി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നൊരു ഹദീസാണ്. പരിശുദ്ധമായ റമദാനാണ്, ഖുർആനിൻ്റെ മാസമാണ് എന്നുള്ളത് കൊണ്ടാണ് നബിയുടെ സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി ഖുർആൻ അറിയുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന, കർമ്മശാസ്ത്രപരമായും അതുപോലെ തന്നെ തഫ്സീർ പരമായി നല്ല അറിവുള്ള ഒരു സ്വഹാബി, മഹാപണ്ഡിതൻ എന്നുള്ള നിലക്ക് ആ സ്വഹാബിയെ ഞാൻ തിരഞ്ഞെടുത്തത്. ഉബയ്യ് ഇബ്നു കഅബ്. റസൂലുള്ളാഹി പറഞ്ഞു, 4 ആളുകളിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിക്കണം. ഒന്ന് ഉബയ്യ് എന്നാണ്, ആദ്യം പറഞ്ഞ പേര് ഉബയ്യ് ഇബ്നു കഅബിൻ്റെ പേരാണ്, അല്ലേ? ഉബയ്യിൽ നിന്ന് ഖുർആൻ പഠിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. മാത്രമല്ല ഫളായിലുൽ ഖുർആൻ, ഈ ഗ്രന്ഥത്തിൽ സിയാഉർ റഹ്മാൻ അലമിയുടെ അൽ ജാമിഉൽ കാമിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഫളായിലുൽ ഖുർആൻ, ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ജാമികളുടെ പ്രത്യേകത അതാണ്. ഇങ്ങനത്തെ കുറേ ഫളായിലുകളെ വിശദീകരിക്കുന്ന ബാബുകൾ കാണാൻ കഴിയും. ഖുർആനിൻ്റെ മഹത്വം എന്ന് പറയുന്ന ഒരു ബാബ് കാണാം. അതിൽ എന്ത് ചെയ്തു, ഈ മഹാനായ സ്വഹാബി ഉബയ്യ് ഇബ്നു കഅബിൻ്റെ ഹദീസിനെ കൊണ്ടുവന്നു. ഏകദേശം 1344 ചില വള്ളികളിൽ അങ്ങനെയാണ്, 1344 ഹദീസായിട്ടാണ്. ചിലപ്പോൾ നമ്പർ മാറാനും സാധ്യത ഉണ്ട്. കിതാബുൽ ഫളായിലിൽ എന്നാണ് അദ്ദേഹം അതെന്ത് ചെയ്ത് കൊടുത്തത്. അതിനൊരു ബാബുണ്ട്, ബാബു ഫളിലി സൂറത്തിൽ ബഖറ വ ആയത്തുൽ കുർസി. സൂറത്തുൽ ബഖറയുടെയും ആയത്തുൽ കുർസിയുടെയും പേരിലുള്ള ഉപാധ്യായം. ഖുർആനിൻ്റെ ഫളായിൽ ഖുർആനിൽ തന്നെ കുറേ ഉപാധ്യായങ്ങൾ കാണാം. അതിൽ ഉപാധ്യായത്തിൻ്റെ പേരാണ് സൂറത്തുൽ ബഖറയുടെയും ആയത്തുൽ കുർസിയുടെയും മഹത്വം എന്ന് പറയുന്ന ഭാഗം. അവിടെയാണ് ഇദ്ദേഹം ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. ഹദീസ് നമുക്ക് വായിക്കാം. അൻ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻ, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ തിരുദൂതർ പറഞ്ഞിരിക്കുന്നു, യാ അബൽ മുന്തിർ, ഓ അബൂ മുന്തിറെ. അബൂ മുന്തിർ എന്നുള്ളത് ഉബയ്യ് ഇബ്നു കഅബിൻ്റെ കുനിയത്താൻ. ഏറ്റവും കൂടുതൽ സ്വഹാബികൾ ആ പേരിലാണ് ഉബയ്യിനെ അഭിസംബോധന ചെയ്ത് വിളിച്ചിരുന്നത്. അതദിരി അയ്യു ആയത്തി മിൻ കിതാബില്ലാഹി മഅക അഅളമു. ഉബയ്യെ, അള്ളാഹുവിൻ്റെ കിതാബിൽ
ഏറ്റവും അലീമായ മഹത്തായ ആയത്ത് നിന്റെ കയ്യിൽ ഏതാണ് എന്ന് നിനക്കറിയുമോ? നിന്റെ അടുത്തുള്ളത് ഏതാണെന്നറിയോ? കാരണം ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കി പോകുന്ന ആളാണ് ഉബയ്യ്. ഖുർആൻ നന്നായി അറിവുള്ള ആളാണ് ഉബയ്യ്. അതുകൊണ്ട് തന്നെ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് എന്നുള്ളത് റസൂല ചോദിച്ച രീതി നോക്കണം. നിന്റെ അടുത്തുള്ള അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ഏറ്റവും ആഴമായ അലീമായ സൂറത്ത് ആയത്ത് ഏതാണ്? വരി ഏതാൻ? കാല, അദ്ദേഹം പറഞ്ഞു, കുൽത്തു അള്ളാഹു വ റസൂലുഹു ആലം. ഞാൻ പറഞ്ഞു, അള്ളാഹുവിനും അള്ളാഹിൻ്റെ റസൂലിനുമാണ് അറിയുക, ഏറ്റവും നന്നായി അറിയുക. കാരണം അള്ളാഹ് അറിയിച്ചു കൊടുത്താൽ റസൂലിനും അറിയും. ഇവർക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിനയമാണ്. ഒരു കാര്യം ഒരാൾ ചോദിച്ചാൽ അറിഞ്ഞാലും ചിലപ്പോൾ അതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യാണ്, അറിയില്ല. അപ്പം മാത്രമല്ല, നബി അത് പറഞ്ഞു തരുമ്പോൾ അറിയുന്ന കാര്യം കൂടുതൽ ഉറപ്പിക്കാനും നമുക്ക് കഴിയും. അങ്ങനെ വീണ്ടും ഖാല, റസൂൽ വീണ്ടും ചോദിച്ചു, യ അബൽ മുന്തിർ, ഓ അബു മുന്തിറെ, അതദരി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅലമു, നിന്റെ അരികിൽ അള്ളാഹുവിൻ്റെ കിതാബിൽ ഏറ്റവും ശ്രേഷ്ഠമായ മഹത്വമേറിയ ആയത്ത് ഏതാണെന്ന് നിനക്കറിയുമോ? ചോദിച്ച ചോദ്യം റസൂൽ വീണ്ടും ആവർത്തിച്ചത് ഉബയ്യിനറിയുന്ന ഉത്തരം ഉബയ്യ് പറയട്ടെ എന്നുള്ള നിലക്കാൻ. ആദ്യം ഉത്തരം പറയാഞ്ഞത് വിനയമാണ്. അള്ളാഹുക്ക് അള്ളാഹിൻ്റെ റസൂലിന് അതെ അവർക്കറിയണ കാര്യമല്ലേ. എനിക്കറിയുന്നത് ചിലപ്പോൾ തെറ്റായി പോയാലോ, ഞാൻ അറിയുന്ന കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു അനാദരവായി പോയാലോ. ഏറ്റവും നന്നായി അറിയുന്ന റസൂല് മുന്നിലുണ്ടാവുമ്പോൾ ഞാനത് പറയുന്നത് ഒരു അനാദരവല്ലേ എന്ന തോന്നലിലാണ് അള്ളാഹു വ റസൂലു ആലം എന്നാദ്യം പറഞ്ഞത്. നബി രണ്ടാമത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല കുൽത്തു, അദ്ദേഹം പറയാൻ ഞാൻ പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം. ആ ഭാഗം വരെ, അഥവാ ആയത്തുൽ കുർസിൻ്റെ ആദ്യത്തെ ഭാഗം ഓതി കൊടുത്തു. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്ത കാര്യത്തെ പറ്റി അറാബി പറയാൻ, ഫളറബ ഫി സദ്രി, നബി എൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചു. ഒരു ആദരവ്. നമ്മളറിയില്ലേ, പലപ്പോഴും പറയല്ലേ, സബാഷ്, അതല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് വെരി ഗുഡ് എന്ന് പറഞ്ഞ് നെഞ്ചത്ത് അടിക്കുന്നത് പോലെ ഉബയ്യിൻ്റെ നെഞ്ചത്ത് തിരുനബി അവിടുത്തെ കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചു എന്നാണ്, നല്ലൊന്ന് തട്ടി എന്നാൻ, വെരി ഗുഡ് എന്ന് പറഞ്ഞതുപോലെ. വക്കാല, എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, വല്ലാഹി ലിയഹ്നികൽ ഇൽമു അബൽ മുന്തിർ, അബു മുന്തിറെ, നിന്റെ അറിവിൽ അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ. അബു മുന്തിറെ, നിന്റെ അറിവിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അഥവാ അദ്ദേഹത്തിൻ്റെ അറിവിനെ റസൂലുള്ള പ്രോത്സാഹിപ്പിക്കുകയാണ്. അറിയുന്ന കാര്യം ഒരാൾ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പ്രോത്സാഹിപ്പിക്കുന്നത്, അയാളെ കൂടുതൽ അറിവിലേക്ക് പ്രചോദിപ്പിക്കുന്നത്, അറിവിനെയും അറിവ് നേടുന്നതിനെയും അത് നേടുന്ന ആളുകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതായി ഈ ഹദീസിൻ്റെ വരികളിൽ കാണാൻ കഴിയും. ഉബയ്യിനൊരു വലിയ പാഠമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നൽകിയത്. ആയത്തുൽ കുർസി, ഇൻഷാ അല്ലാഹ് ആയത്തുൽ കുർസിനെ നമുക്ക് വിശദീകരിക്കാം. ഇപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് എന്ന സ്വഹാബി, ഉബയ്യ് റളിയല്ലാഹു അൻഹു, ഞാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിലെ മഹാപണ്ഡിതരിൽ ഒരാളാണ്. ഉബയ്യ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഖുർആൻ പഠിക്കാൻ വേണ്ടി റസൂലുള്ള പറഞ്ഞത് അദ്ദേഹത്തിന് ഖുർആനിനുണ്ടായിരുന്ന പ്രാവീണ്യവും അദ്ദേഹത്തിൻ്റെ മികവും കണക്കിലെടുത്താൻ. റസൂലുള്ള ഒരിക്കൽ പറഞ്ഞു, ഉബയ്യെ, നീ എനിക്ക് ഖുർആൻ ഓതിത്തരണം, നീ ഓതിത്തരണം എന്നുള്ളത് അള്ളാഹു എന്നോട് കൽപ്പിച്ച കാര്യമാണ്. അപ്പോൾ ഉബയ്യ് ചോദിക്കുന്നുണ്ട്, അല്ല റസൂലെ, അൽ സമ്മാനി അള്ളാഹ്? അതെ, അള്ളാഹു പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ, അള്ളാഹു പേര് പറഞ്ഞു ഞാൻ. അപ്പോൾ ഉബയ്യ് കരഞ്ഞു ഞാൻ, വികാരഭരിതനായി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഖുർആൻ ഓതി കൊടുക്കുകയും ചെയ്തു എന്ന് ആ ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച, അള്ളാഹുവിൻ്റെ ആദരവ് കിട്ടിയ ഒരാളെന്ന് തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞെടുത്ത ആളാണ് ഉബയ്യ് ഇബ്നു കഅബ്. നല്ല അറിവുള്ള ആളാണ്. ആ അറിവിൽ അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ എന്നുമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഉബയ്യിന് വേണ്ടി പ്രാർത്ഥിച്ചത്. ഉബയ്യ് റളിയല്ലാഹു അൻഹു ഒരുപാട് ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ ഹദീസുകളുണ്ട്. ആ ഹദീസുകളിൽ ഒന്നാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്തത്, റിവായത്ത് ചെയ്തത്. ഒന്നാണ് നമ്മളിന്ന് ഉദ്ധരിച്ചത്. അത് സിയാഉർ റഹ്മാൻ അൽ-അദമിയുടെ കൃതിയിൽ നിന്ന്. സയ്യിദുൽ ഖുറാ, കാരികളുടെ നേതാവ് എന്ന പേര് മഹാനായ ഉബയ്യ് ഇബ്നു കഅബിന് ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സവിശേഷതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുത്താബുൽ വഹി എഴുതി വെക്കുന്ന ഒരാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഉബയ്യ് ഇബ്നു കഅബിനെ ചേർത്തിട്ടുണ്ട് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. മദീനയിൽ വെച്ച് നബിൻ്റെ വഹി എഴുതുന്ന ആളും ആയിരുന്നു എന്നർത്ഥം. അത്രയും മഹത്വം ഉണ്ടായിരുന്നു എന്നാണ്. മഹാപണ്ഡിതനാണ് എന്നും നമ്മൾ പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ സവിശേഷതയാണ്. മദീനയിലെ ഖസ്റജ് ഗോത്രത്തിൽ ജനിച്ച അദ്ദേഹം അഖബ ഉടമ്പടി, രണ്ടാം അഖബ, 70ഓളം ആളുകൾ നബിൻ്റെ അടുത്ത് വന്ന് ബൈഅത്ത് ചെയ്തു പോയല്ലോ, അതിലൊരാളായിരുന്നു
ഉബയ്യ് ഇബ്നു കഅബ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കാൻ കഴിയും. ബദർ യുദ്ധത്തിലും ഉഹദ് യുദ്ധത്തിലും ഖന്തഖ് യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള പ്രധാനപ്പെട്ട പല യുദ്ധങ്ങളിലും ഒരുമിച്ച് നിന്നവനായിരുന്നു, സജീവമായി നിലകൊണ്ടവനായിരുന്നു ഉബയ്യ് ഇബ്നു കഅബ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ധീരതയും കൂടി ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഖുർആൻ മനഃപ്പാഠമാക്കുകയും അത് നബിയിൽ നിന്ന് കേട്ട പോലെ തന്നെ ഒരുപാട് താബികൾക്ക് കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ആളാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ ഔദ്യോഗികമായി ക്രോഡീകരിച്ച ചില സമിതികളുണ്ടാകും പല കാര്യങ്ങൾക്കും വേണ്ടി. ഖുർആൻ ക്രോഡീകരിക്കാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്ത ഒരു ടീം, ആ ടീമിലൊരാളായിരുന്നു പ്രധാന അംഗമായിരുന്നു മഹാനായ സ്വഹാബി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഏതായാലും അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇങ്ങനെ ഈ അറിവുമായി ബന്ധപ്പെട്ട് അത് പടർത്തിയതുമായി അതിനെ പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് വരികൾ അദ്ദേഹത്തെ പറ്റി നമുക്ക് പറയാനുണ്ടാകും. തൽക്കാലം നമ്മൾ ഹ്രസ്വപ്പെടുത്തി. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ല കാര്യം ഖുർആൻ നന്നായി ഓതുന്നവൻ ഉബയ്യാണ് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സർട്ടിഫിക്കറ്റ്, സാക്ഷ്യം. ആ ഉബയ്യ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആയത്തുൽ കുർസി വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തരമേറിയ ആയത്തായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ശരിയല്ലേ അല്ലേ? ആ ആയത്തുൽ കുർസി ഓതുന്നതിനുള്ള എന്തെല്ലാം മഹത്വങ്ങളാണ് പല ഹദീസുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടത്. എല്ലാ 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ഉണർത്തിയത് നമ്മൾ കാണാൻ കഴിയും. 5 നേരം അല്ലേ നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് തടസ്സമായി മരണം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ എത്തൽ സ്വർഗത്തിലേക്കാണ് എന്നർത്ഥം. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സ്വഹാബത്തിനോടും പറഞ്ഞു ആയത്തുൽ കുർസി പാരായണം ചെയ്യാൻ വേണ്ടി. ആയത്തുൽ കുർസിയുടെ മഹത്വം സൂചിപ്പിക്കുന്നതാണ്. അത് ഒരു വീടിനും ഒരു വ്യക്തിത്വത്തിനും അതൊരു സുരക്ഷയാണ്, കാവലാണ്. രാത്രി സൂറത്തുൽ ബഖറ പാരായണം പെടുന്ന വീട്ടിൽ പിശാച് കടന്നു വരില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ രാവുകളിൽ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് ആയത്തുൽ കുർസി പാരായണം ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ നിർദ്ദേശം. പല പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും അത് നമുക്ക് കാവലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്തിനേറെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഒരു ബോധം, അള്ളാഹുവിൻ്റെ കഴിവിനെ സംബന്ധിച്ചുള്ള ഒരു അറിവ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അള്ളാഹുവിൻ്റെ തൗഹീദിന് ഏകത്വത്തെ സംബന്ധിച്ച് പറയുന്ന വരികൾ അതൊരു വിശ്വാസിയുടെ ഈമാനെ ശക്തിപ്പെടുത്തുമെന്നാണ്. അവൻ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാൻ, മരിക്കാത്തവനാൻ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന. അൽ ഖയ്യൂം എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണ്, എന്നൊന്നും പരിപാലിക്കുന്നവൻ, എന്നൊന്നും നിലനിൽക്കുന്നവൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ അള്ളാഹുവിൻ്റെ ഖയ്യൂം എന്ന വരിയെ പോലും മനസ്സിലാകാതെയാണ് പല ആളുകളും മൺമറഞ്ഞു പോയ മഹത്തുക്കളാണെന്ന് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ കഴിവിനെ തിരിച്ചറിയാത്തത് കൊണ്ട്. ഒമാ ഖദറുല്ലാഹ ഹഖ്ക ഖദിരിഹി, എന്നും രാവുകളിൽ 5 നേരങ്ങളിൽ ആയത്തുൽ കുർസി ഓതുന്നവൻ അവൻ്റെ മനസ്സിൽ തട്ടി അതിന് ഓതാൻ കഴിയണം. അതിൻ്റെ ആഴവും പരപ്പവും തിരിച്ചറിയണം. അൽ കുർസി എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ കുർസി അള്ളാഹു ഉപവിഷ്ടനാകുന്ന അവൻ്റെ സിംഹാസനത്തിൻ്റെ അർശിൻ്റെ ചുവട്ടിൽ അവൻ്റെ തിരുപാദം വെക്കുന്ന ഇടത്തിനെയാണ് അൽ കുർസി എന്ന് പറയുന്നത്. പാദപീഠം എന്ന് ചില പണ്ഡിതന്മാർ അതിനർത്ഥം പറഞ്ഞത് കാണാൻ കഴിയും. ചില മുഫസ്സിറുകൾ അതിനെ വിശദീകരിച്ചത് പറയുന്നത് കാണാൻ കഴിയും. പക്ഷെ ഒരിക്കലും നമ്മുടെ ചിന്തകൾ കൊണ്ട് അതിനെ ഇമാജിൻ ചെയ്ത് അതിനൊരു രൂപം നൽകാൻ സാധ്യമല്ല. അർശ് തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഘനമേറിയതാണ്. മാത്രവുമല്ല ഈ കുർസിയോ വസിയ കുർസിയു സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ മുഴുവൻ 7 ആകാശഭൂമികളെക്കാളും വിശാലമാണ് എന്ന് പറഞ്ഞു. 7 ആകാശഭൂമി റസൂലുള്ളാഹിന്റെ ഒരു ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കുർസീനെ പറ്റി റസൂൽ ഒരു ഉപമ പറഞ്ഞു. അഥവാ പാദപീഠത്തെ സംബന്ധിച്ചുള്ള ഉപമയാൻ. ഒരു മരുഭൂമി, ആ മരുഭൂമിയിൽ ഒരു മോതിരം പോലെയാണ് കുർസിയും അതുപോലെ തന്നെ 7 ആകാശവും ഭൂമിയുമെന്നാൻ. ആ മോതിരം പോലെ 7 ആകാശവും ഭൂമി, ബാക്കി മുഴുവൻ മരുഭൂമി. അതാണ് കുർസി എന്നുള്ള നിലക്ക് പറഞ്ഞു. എന്നിട്ട് കുർസിയിനെയും അർശിനെയും അള്ളാഹിന്റെ റസൂൽ ഉപമിച്ചു. അതിന് താരതമ്യപ്പെടുത്തി പറഞ്ഞു, ഈ പറയപ്പെട്ട മരുഭൂമിയിലെ ഒരു മോതിരം പോലെയാണ് കുർസിയും അള്ളാഹുവിൻ്റെ അർശുമെന്ന. അർശ് എത്രയോ ഉത്കൃഷ്ടമാണ്, ശ്രേഷ്ഠമാണ്, വലുതാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. അതിലും വലുതാണ് അള്ളാഹു അക്ബർ. അള്ളാഹു അക്ബർ, അള്ളാഹുവിൻ്റെ കഴിവ്. ഏത് സമയത്ത് ഉറങ്ങാത്ത, മയക്കമില്ലാത്ത അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും ആ അള്ളാഹുവിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ ബരമേൽപ്പിക്കേണ്ടത്. ആ അള്ളാഹുവിനോടാണ് സഹായം തേടേണ്ടത്. മരിച്ചുപോയ വ്യക്തികളോ മഹത്തുക്കളോ ഇനി അല്ലെങ്കിൽ അവർ കുടിയിരിക്കുന്ന ശവകുടീരങ്ങളോ അല്ല വിശ്വാസികളുടെ അഭയകേന്ദ്രങ്ങൾ. വിശ്വാസികളുടെ അഭയകേന്ദ്രം എന്ന് പറയുന്നത് അള്ളാഹുവാൻ. ലാ മൽജ വല മൻജ മിൻക ഇല്ല ഇലൈക്.
അത് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണമെന്ന്. അവരാണ് ഏറ്റവും നല്ല മുത്തവക്കിലീങ്ങൾ. കല്ലിലും നൂലിലും മേലസിലും മറ്റു പലതിലും പല കാര്യങ്ങളെയും ഭരമേൽപ്പിച്ച് കഴിയുന്ന വിശ്വാസികൾ പല ആളുകൾ ലോകത്ത് കാണാം. മുസ്ലിമീങ്ങളിൽ പലരെയും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുൽ കുർസീനെ പഠിക്കുന്നവൻ കൃത്യമായി തൗഹീദിനെ ഉൾക്കൊണ്ടവനാൻ, അതിനെ തിരിച്ചറിയേണ്ടവനാൻ. അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ആഴമായ ആയത്തായി നമ്മളെ പരിചയപ്പെടുത്തിയത്. വല്ലാതെ വിശദീകരിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കഴിവുകളെ മനസ്സിലാക്കി അവൻ്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്ന വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുൽ കുർസികളെ നിരന്തരമായി പാരായണം ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ അർത്ഥതലങ്ങളിലേക്കും അതിൻ്റെ ചിന്തകളിലേക്കും ആലോചനകളിലേക്കും കടന്നു വരിക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം. ജസാക്കുമുല്ലാഹു ഖൈറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.